ഗാസ മുനമ്പിൽ ഹമാസ് ബന്ദികളാക്കിയ 6 പേരുടെ മൃതദേഹങ്ങൾ സൈനികർ കണ്ടെടുത്തതിന് പിന്നാലെ ഇസ്രായേലിലുടനീളം വൻ പ്രതിഷേധം. ഇസ്രായേൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് തെരുവിലിറങ്ങിയ പതിനായിരങ്ങൾ പറഞ്ഞു. ഹമാസ് പിടികൂടിയ ബന്ദികളെ മോചിപ്പിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സർക്കാരും വേണ്ടത്ര ശ്രമിച്ചില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ടെൽ അവീവിലും ജെറുസലേമിലും മറ്റ് നഗരങ്ങളിലും ഇസ്രായേലി പതാകകൾ ധരിച്ച നിരവധി പേർ പ്രതിഷേധത്തിനായി ഇറങ്ങി. ഞായറാഴ്ചത്തെ പ്രതിഷേധങ്ങൾ ഏറെക്കുറെ സമാധാനപരമായിരുന്നുവെങ്കിലും തിങ്കളാഴ്ചയടക്കം പ്രതിഷേധം ശക്തി പ്രാപിച്ചു. ജനക്കൂട്ടം പോലീസ് ബാരിക്കേഡുകൾ തകർത്ത ടെൽ അവീവിലെ ഒരു പ്രധാന ഹൈവേ തടഞ്ഞു. തൊഴിലാളി സംഘടനയായ ഹിസ്റ്റാഗ്രിഡ് ബന്ദി ഉടമ്പടി വേണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നു. യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ പൊതുപണിമുടക്കായിരുന്നു ഇത്. പൊതുപണിമുടക്കിനെ തുടർന്ന് ബാങ്കിംഗ്, ആരോഗ്യ സംരക്ഷണം തുടങ്ങി രാജ്യത്തെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം വരെ തടസ്സപ്പെട്ടു. ഇസ്രായേലിന്റെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമായ ബെൻ ഗൂരിയനിലെ എയർലൈനുകൾ രാവിലെ 8-നും 10-നും ഇടയിൽ ഔട്ട്ഗോയിംഗ് ഫ്ലൈറ്റുകൾ നിർത്തിവെച്ചു. ബാങ്കുകളും ചില വലിയ മാളുകളും സർക്കാർ ഓഫീസുകളും പണിമുടക്ക് കാരണം അടഞ്ഞുകിടക്കുകയും പൊതുഗതാഗതം പരിമിതപ്പെടുകയും ചെയ്തു. ടെൽ അവീവ് ഉൾപ്പെടെയുള്ള ഇസ്രായേലിലെ ജനവാസ കേന്ദ്ര പ്രദേശത്തെ മുനിസിപ്പാലിറ്റികൾ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഇത് സ്കൂൾ, ഡേ കെയറുകൾ, കിൻഡർഗാർട്ടൻ എന്നിവയുടെ പ്രവർത്തനത്തെ ബാധിച്ചു. എന്നാൽ ജെറുസലേം ഉൾപ്പെടെയുള്ള പല മുനിസിപ്പാലിറ്റികളും സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. തെക്കൻ ഗാസയിലെ റഫ മേഖലയിലെ ഭൂഗർഭ തുരങ്കത്തിൽ നിന്ന് ശനിയാഴ്ച 6 മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരുന്നു. സൈന്യം എത്തുന്നതിന് തൊട്ടുമുമ്പ് ബന്ദികളാക്കിയവർ കൊല്ലപ്പെട്ടതായി IDF അറിയിച്ചു. ഇതാണ് പ്രതിഷേധത്തിന് കാരണമായത്. അതേസമയം പ്രതിഷേധക്കാരെ നേരിടാൻ പോലീസ് ഗ്രനേഡ് ഉപയോഗിച്ചു. പോലീസിന്റെ ആക്രമണത്തിൽ തനിക്ക് പരിക്കേറ്റതായി ലേബർ പാർട്ടി നിയമസഭാംഗമായ നാമ ലാസിമി BBC-യോട് പറഞ്ഞിരുന്നു. ജെറുസലേമിലെ വൻ ജനക്കൂട്ടം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പുറത്ത് തടിച്ചുകൂടിയിരുന്നു. ഗാസയിൽ ബന്ദികളാക്കിയ ബാക്കിയുള്ളവരെ തിരികെ കൊണ്ടുവരാൻ നെതന്യാഹു ഒരു കരാറിൽ ഏർപ്പെടണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ ബന്ദികളെ കൊലപ്പെടുത്തുന്നവരുമായി കരാർ ആവശ്യമില്ല എന്നാണ് നെതന്യാഹുവിന്റെ പ്രതികരണം.